ഇന്നത്തെ ടോപ്പിക്ക് പനിയുടെ മരുന്ന് കൊടുത്തിട്ടും ടെപ്പിഡ് സ്പഞ്ചിങ് ചെയ്തിട്ടും പനി കുറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം? പനി ഒരു രോഗത്തിൻ്റെ സിംറ്റം മാത്രമാണ്. എന്ത് രോഗം കൊണ്ടാണ് പനി വന്നത് എന്നതനുസരിച്ചിരിക്കും പനിയുടെ ശക്തിയും ദൈർഘ്യവും. നമ്മൾ പനി വരുമ്പോൾ ആദ്യം പാരസെറ്റമോൾ ആണ് കൊടുക്കേണ്ടത്. കൊടുത്തിട്ട് അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടും പനി കുറഞ്ഞില്ലെങ്കിൽ ശരിയായ രീതിയിൽ ടെപ്പിഡ് സ്പഞ്ചിങ് ചെയ്യണം. പലർക്കും ടെപ്പിഡ് സ്പഞ്ചിങ് ചെയ്യുവാൻ മടിയാണ്. ചിലർ നേരത്തെ ധരിച്ചിരുന്നത് പോലെ നെറ്റിയും കഷവും കൈകാലുകളും മാത്രം പല ആവർത്തി തുടച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ചൂടുള്ള എല്ലാ ഭാഗങ്ങളും തുടയ്ക്കുകയില്ല. മറ്റു ചിലരാകട്ടെ കുട്ടി കരയും വാശി പിടിക്കും എന്ന് പറഞ്ഞ് തുടയ്ക്കാതിരിക്കും. അത് ശരിയല്ല. ഇളം ചൂടുവെള്ളം കൊണ്ട് കുട്ടിയുടെ പനിയുള്ള ശരീരഭാഗങ്ങൾ 3-4 ആവർത്തി തുടച്ചിട്ട് പെട്ടെന്ന് തുണി മാറ്റിയാൽ ആദ്യം വന്ന് കുട്ടി കരഞ്ഞാലും തുടയ്ക്കൽ നിർത്തുമ്പോൾ കുട്ടി കരച്ചിൽ മാറ്റും. ഇങ്ങനെ ശരിയായ രീതിയിൽ ടെപ്പിഡ് സ്പഞ്ച് ചെയ്തിട്ടും പനി കുറഞ്ഞില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാവുന്നതാണ്. ഡോക്ടർ വേണ്ട പരിശോധനകൾ നടത്തിയിട്ട് രോഗത്തിനുള്ള മരുന്നും പനി കുറയ്ക്കാൻ ചിലപ്പോൾ സെക്കൻഡ് ലൈനിലുള്ള മരുന്നും കുറിച്ച് തന്നേക്കാം. സാധാരണയായി സെക്കൻഡ് ലൈനിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ 1 മെഫനാമിക് ആസിഡ്, 2 ഐബുപ്രോഫൻ. പാരസെറ്റമോൾ കമ്പാറ്റീവായിട്ട് സൈഡ് എഫക്റ്റ് വളരെ കുറഞ്ഞ മരുന്നാണ്. അതേ സമയത്ത് സെക്കൻഡ് ലൈനിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഗ്യാസ്ട്രൈറ്റിസ് വന്നേക്കാം. അതായത് ഓക്കാനം, ഛർദി, ചെറിയ വയറുവേദന, വയറുസ്തംഭനം എന്നിങ്ങനെ. ചിലപ്പോൾ കുട്ടികൾ വളരെ ഇറിറ്റബിൾ ആയേക്കാം. എന്നാലും ആവശ്യമെങ്കിൽ സെക്കൻഡ് ലൈനിലുള്ള മരുന്ന് ഡോക്ടറെ പറഞ്ഞാൽ കൊടുക്കേണ്ടതാണ്. അങ്ങനെ പനി കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും എപ്പോഴെങ്കിലും പനി വന്നാൽ ഈ മരുന്നുകൾ തന്നെ ആദ്യം ഉപയോഗിക്കുന്നത് ശരിയല്ല. ആദ്യം പ്രായേണ സൈഡ് എഫക്റ്റ് കുറഞ്ഞ പാരസെറ്റമോൾ ആണ് ഉപയോഗിക്കേണ്ടത്. അത് കൊടുത്തിട്ടും ശരിയായ രീതിയിൽ ടെപ്പിഡ് സ്പഞ്ചിങ് ചെയ്തിട്ടും പനി കുറഞ്ഞില്ലെങ്കിൽ മാത്രമേ സെക്കൻഡ് ലൈനിലുള്ള മരുന്നുകൾ ഉപയോഗിക്കാവൂ. സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ എപ്പോൾ പനി വന്നാലും ആദ്യം പാരസെറ്റമോൾ ഉപയോഗിക്കുക. അരമുക്കാൽ മണിക്കൂറായിട്ടും പനി കുറഞ്ഞില്ലെങ്കിൽ ടെപ്പിഡ് സ്പഞ്ചിങ് ശരിയായ രീതിയിൽ ചെയ്യുക. എന്നിട്ടും പനി കുറഞ്ഞില്ലെങ്കിൽ മാത്രം സെക്കൻഡ് ലൈനിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുക. ഒരു ദിവസം കൊണ്ട് പനി കുറഞ്ഞില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കുക. വീണ്ടും പനി വന്നാൽ ആദ്യം പാരസെറ്റമോൾ തന്നെയാണ് കൊടുക്കേണ്ടത്, സെക്കൻഡ് ലെവലിലുള്ള മരുന്ന് അല്ല. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.